നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. PM വിദ്യാലക്ഷ്മി വിദ്യാഭ്യാസ വായ്പ കേരളത്തിൽ പലിശ ഇളവ് 2070 പേർക്ക്. കുടുംബ വരുമാനം 8 ലക്ഷത്തിന് താഴെയുള്ളവർക്ക് 10 ലക്ഷം രൂപയ്ക്ക് വരെ 3% പലിശ ഇളവ് ഉണ്ട്. PM വിദ്യാലക്ഷ്മി വിദ്യാഭ്യാസ വായ്പാ പദ്ധതിയുടെ ഭാഗമായി 3% പലിശ ഇളവ് 2025 മാർച്ച് 31 വരെ കേരളത്തിൽ നിന്ന് 2070 പേർക്ക് വരെ ലഭിക്കും. ഏതെങ്കിലും സംസ്ഥാനങ്ങളിലെ കോട്ടയിൽ ആവശ്യത്തിന് അപേക്ഷകരില്ലാതെ വന്നാൽ ഈ കോട്ട ഉയരും. രാജ്യത്തെ മുൻനിര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പഠനത്തിനായി ഈടും ആൾജാവയുമില്ലാതെ വായ്പ നൽകുന്ന പദ്ധതിയാണ് PM വിദ്യാലക്ഷ്മി. കുടുംബത്തിലെ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ളവർക്കാണ് 10 ലക്ഷം രൂപ വരെ പലിശയിൽ 3% ഇളവ് നൽകുന്നത്. ഓരോ സംസ്ഥാനത്തെയും 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ പ്രായക്കാരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായ കോട്ടയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു സാമ്പത്തിക വർഷം രാജ്യത്ത് 1 ലക്ഷം പേർക്കാണ് പലിശ ഇളവ്. നിലവിൽ 4.5 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് ടെക്നിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള പൂർണ്ണമായ പലിശ ഇളവിന് പുറമെയാണിത്. കഴിഞ്ഞ നവംബർ 6 ശേഷമുള്ള വിദ്യാഭ്യാസ വായ്പകൾക്ക് ആനുകൂല്യം ലഭ്യമാണ്. പരിധിയില്ലാത്ത വായ്പ. പലിശ ഇളവ് 1 ലക്ഷം പേർക്കായി ചുരുക്കിയിട്ടുണ്ടെങ്കിലും ഈടില്ലാത്ത വായ്പ എത്ര പേർക്ക് അനുവദിക്കും? ഇതിന് വരുമാന പരിധി ഇല്ല. രാജ്യത്തെ 860 മുൻനിര സംസ്ഥാനങ്ങളിൽ മെറിറ്റിൽ പ്രവേശനം തേടിയവർക്കാണ് ഇക്കൊല്ലം വായ്പ ലഭിക്കുക. ഓരോ വർഷവും സ്ഥാപനങ്ങളുടെ പട്ടിക പുതുക്കും. കോഴ്സിൻ്റെ പൂർണ്ണ ചെലവിന് തത്തുല്യമായ തുക വായ്പയായി ലഭിക്കും. ഉയർന്ന പരിധി നിശ്ചയിച്ചിട്ടില്ല. 7.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് വരുമാന പരിധി ബാധകമാകാതെ 75% ക്രെഡിറ്റ് ഗ്യാരണ്ടി സർക്കാരായിരിക്കും നൽകുക. പലിശ ഇളവ് മുൻഗണന. സംസ്ഥാനങ്ങളുടെ കോട്ടയേക്കാൾ അപേക്ഷകരുണ്ടായാൽ മുൻഗണനാക്രമം ഇങ്ങനെ: സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിച്ചവർ, സർക്കാർ സ്കൂളുകളിൽ 12ാം ക്ലാസ് വരെ പഠിച്ചവർ, സർക്കാർ സ്കൂളിൽ 10ാം ക്ലാസ് കഴിഞ്ഞവർ, ഗ്രാമീണ സ്കൂളുകളിൽ 12ാം ക്ലാസ് കഴിഞ്ഞവർ, പെൺകുട്ടികൾ. ശ്രദ്ധിക്കാനായിട്ട്, തിരിച്ചടവ് 15 വർഷം കാലാവധി, കോഴ്സ് കാലാവധിയും തുടർന്നുള്ള 1 വർഷം തിരിച്ചടവും വേണ്ട, മൊറട്ടോറിയമാണ്. അർഹതയുള്ള സ്ഥാപനങ്ങൾ. ദേശീയ വിദ്യാഭ്യാസ റാങ്കിംഗ് NIRF അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട 860 സംസ്ഥാനങ്ങളുടെ പട്ടിക അറിയാൻ dashboard.aish.gov.in വിദ്യാലക്ഷ്മി സ്കീം ടാബ് പരിശോധിക്കുക. പലിശ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാൾ കുറവാണ്. വായ്പ എടുക്കാനായിട്ട് ഷെഡ്യൂൾഡ് ആൻഡ് RRB സഹകരണ ബാങ്കുകളെ സമീപിക്കുക. വിദ്യാഭ്യാസ മന്ത്രാലയം വിദ്യാലക്ഷ്മി പോർട്ടൽ വൈകാതെ ആരംഭിക്കും. പഴയ വിദ്യാലക്ഷ്മി.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കുന്നവർക്കും ആനുകൂല്യമുണ്ട്. അർഹത: ഒരാൾക്ക് അയാളുടെ ഡിപ്ലോമ, UG, PG, ഇൻ്റഗ്രേറ്റഡ് എന്നിവയിലുള്ള ഏതെങ്കിലും ഒന്നിൽ മാത്രമേ ഈ വായ്പ ലഭിക്കൂ. മറ്റേതെങ്കിലും സർക്കാർ സ്കോളർഷിപ്പ് പലിശ ഇളവ് ലഭിക്കുന്നവർക്ക് അർഹതയില്ല. മൊറട്ടോറിയം കാലാവധിയിൽ തന്നെ പലിശ ഭാഗികമായാണെങ്കിലും അടച്ചാൽ 1% അധിക ഇളവ് ലഭിക്കും. ഫോൺ നമ്പർ 01120862360 വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ നമ്പറാണിത്. 08022533876 ഇത് കാനറ ബാങ്കിലെ നമ്പറാണ്. ഇമെയിൽ ID es3.edu@nac.in hol@canarabank.com. പലിശ ഇളവ്. വിദ്യാർത്ഥി 2 വർഷത്തെ കോഴ്സിനായി 30 ലക്ഷം രൂപ വായ്പ എടുക്കുന്നു. ആദ്യ വർഷം ഇതിൽ 16 ലക്ഷം ബാങ്ക് നൽകിയെന്ന് കരുതുക. പലിശ 8.5%. 2025-26 പലിശ 1.36 ലക്ഷം രൂപ, 3% പലിശ ഇളവ്. 10 ലക്ഷം രൂപയ്ക്ക് വരെയാണ്, അതായത് 30,000 രൂപ. ബാക്കി 1.06 ലക്ഷം മാത്രമാവും വിദ്യാർത്ഥികളുള്ള പലിശ ബാധ്യതയായിട്ട് വരുന്നത്. രണ്ടാം വർഷം 2025-26 ബാങ്ക് നൽകി 14 ലക്ഷം കൂടി നൽകുന്നു. സർക്കാർ വീണ്ടും ഇതിലെ 10 ലക്ഷം രൂപയ്ക്ക് 3% ഇളവ് നൽകുന്നു. വിദ്യാർത്ഥിയുടെ പലിശ ബാധ്യത 2.25 ലക്ഷം രൂപ. ഇതിൽ 30,000 രൂപ സർക്കാർ നൽകും. കേരളത്തിൽ 15 സ്ഥാപനങ്ങൾ: അലിഗഡ് മുസ്ലിം സർവകലാശാല, മലപ്പുറം സെൻട്രൽ, കൊച്ചി സിപ്നെറ്റ്, കൊച്ചി സീറ്റഡ്, കേരള കേന്ദ്ര സർവകലാശാല, കോട്ടയം IIT, കാലിക്കറ്റ് സർവകലാശാല, കുസാറ്റ്, തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് CET, തലശ്ശേരി ബ്രണ്ണൻ കോളേജ്, ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജ്, മാവേലിക്കര ബിഷപ്പ് മൂർ, കോട്ടയം CMS, കോതമംഗലം MA, തിരുവനന്തപുരം മാർ ഇവാനോസ്, കൊച്ചി രാജഗിരി ബിസിനസ് സ്കൂൾ. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.